ആദ്യ 2 കളി തോറ്റ രാജസ്ഥാൻ ഇപ്പോൾ അടുപ്പിച്ച് 2 കളി ജയിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ കളിയിലേക്ക് തിരിച്ചെത്തി. സഞ്ജു ആയിരുന്നു ഇന്ന് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ. പഞ്ചാബിനെതിരെയാണ് രാജസ്ഥാൻ മികച്ച വിജയം സ്വന്തമാക്കിയത്. രാജസ്ഥാന്റെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പഞ്ചാബിന് സാധിച്ചില്ല. മാക്സ്വെൽ, ശ്രേയസ് തുടങ്ങി ഒരുപാട് താരങ്ങൾ പഞ്ചാബിലുണ്ടായിരുന്നു. എന്നിട്ടും അവരെ രാജസ്ഥാൻ വീഴ്ത്തിയിരിക്കുകയാണ്. ഇന്ന് പഞ്ചാബ് കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം ദേഷ്യപ്പെട്ട് ശ്രേയസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ IPL ഞങ്ങൾ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. തോൽവി എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ രാജസ്ഥാനെതിരെ ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. സഞ്ജുവിനെതിരെ ജയിക്കണമെങ്കിൽ അതിയായ ബുദ്ധി ആവശ്യമാണ്. മറ്റു ടീമുകളെ പോലെയല്ല രാജസ്ഥാൻ. അവരെ മികച്ചവരാണ്. അവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണുപോയി. സഞ്ജു ആണ് ക്യാപ്റ്റൻ ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ തോൽക്കുമെന്ന പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പണി കിട്ടിയത് ബാറ്റിങ്ങിലാണ്. കുറച്ചും കൂടി ശ്രദ്ധിച്ചു കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇന്ന് ജയിക്കാമായിരുന്നു. ബൗളിങ്ങിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തു. രാജസ്ഥാനെ 150 റൺസിനുള്ളിൽ ഓൾ ഔട്ട് ആക്കണമായിരുന്നു. ഞങ്ങൾക്കതിന് സാധിച്ചില്ല. കളി തോറ്റത്തിൽ നിരാശയുണ്ടെന്നും വരാൻ പോകുന്ന മാച്ചിൽ ഇതിനേക്കാൾ മികച്ച കളി പുറത്തെടുക്കുമെന്ന് പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് വ്യക്തമാക്കി. തോൽവി എന്താണെന്ന് അറിയാതെയാണ് പഞ്ചാബ് ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ രാജസ്ഥാനുമായിട്ട് പഞ്ചാബ് തോറ്റിരിക്കുകയാണ്. രാജസ്ഥാൻ അതുപോലത്തെ കളിയാണിന്ന് പുറത്തെടുത്തത്. അടുപ്പിച്ച് 2ാമത്തെ മാച്ചാണ് രാജസ്ഥാൻ ജയിക്കുന്നത്. ഇനി രാജസ്ഥാനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് പരാഗാണ് ക്യാപ്റ്റനെങ്കിൽ പഞ്ചാബ് ചിലപ്പോൾ കളി ജയിച്ചേനെ. സഞ്ജു കൃത്യമായിട്ട് ബൗളേഴ്സിനെ കൊണ്ടുവന്ന് വിക്കറ്റുകൾ നേടി. അതുകൊണ്ട് മാത്രമാണ് പഞ്ചാബ് ഇന്ന് കളി തോറ്റത്. രാജസ്ഥാന്റെ ഇന്നത്തെ കളി കണ്ടപ്പോൾ ആരാധകർ ഹാപ്പിയാണ്. രാജസ്ഥാൻ പ്ലേ ഓഫിലെത്താനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.